Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് വേജ് പേയ്മെന്റിൽ വരുന്നത് പീസ് റേറ്റ് സിസ്റ്റം. അതാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ടൈം റേറ്റ് സിസ്റ്റം. രണ്ടാമത്തെ മെത്തേഡ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പഠിക്കാം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ പീസ് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ പേയ്മെന്റ് ബൈ റിസൾട്ട്സ് അങ്ങനെ പറയും അതിന്. ബിക്കോസ് നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത്, അല്ലെ? നമ്മൾ എന്ത് റിസൾട്ട് കാണിക്കുന്നു അതിനനുസരിച്ചാണ് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് പീസ് റേറ്റ് സിസ്റ്റത്തിൽ. നമ്മൾ ടൈം റേറ്റ് സിസ്റ്റം എന്തായിരുന്നു പഠിച്ചത്? എത്ര ടൈം നമ്മൾ ആ ഫാക്ടറിയിൽ ജോബ് സ്പേസിൽ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇപ്പൊ പെർ അവർ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, പെർ ഡേ, പെർ വീക്ക്, പെർ മന്ത്, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിനാണ് നമ്മൾ ടൈം റേറ്റ് എന്ന് പറഞ്ഞത്, അല്ലെ? ഇവിടെ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ ബേസിസിലാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ എത്ര ടൈം എടുത്തു എന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല, എത്ര യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തു അതിനനുസരിച്ചാണ് അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം വർക്കേഴ്സ് ആർ റെമ്യൂണറേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്. എത്ര യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തു. വേജസ് പേയബിൾ are arrived at by multiplying the piece rate with the number of units produced or volume of output. ഇപ്പൊ ഇവിടെ നമ്മൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാണോ അതിന്റെ മേലെയാണ് പേയ്മെന്റ് കൊടുക്കുന്നതെന്ന് പറയുന്നില്ലേ? അപ്പോൾ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഇത്ര പൈസയാണെന്ന് ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ടൈം റേറ്റിൽ 1 മണിക്കൂർ ജോലി ചെയ്താൽ ഇത്ര രൂപ ഫിക്സ് ചെയ്തതുപോലെ പീസ് റേറ്റിനകത്ത് പറയും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ ടോട്ടൽ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരാൾ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ഇൻറ്റു എത്രയാണ് ഒരു യൂണിറ്റിന്റെ വാല്യൂ, അല്ലെ? അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇക്വേഷൻ വരുന്നത് വേജസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വേജ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എത്ര പൈസ കിട്ടും ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എ വർക്കർ പ്രൊഡ്യൂസസ് 50 യൂണിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. ഒരു ദിവസം അയാൾ പ്രൊഡ്യൂസ് ചെയ്തത് 50 യൂണിറ്റ്സ് ആണ്. ആൻഡ് ദ റേറ്റ് ഓഫ് വേജസ് ഫോർ 1 യൂണിറ്റ് ഇസ് 30. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 30 രൂപ അയാൾക്ക് കിട്ടും. അയാൾ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാം? 50 ഇൻറ്റു 30 അല്ലെ, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1500. അപ്പൊ ഇതിനാണ് നമ്മൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പീസ് റേറ്റ് സിസ്റ്റം ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. ടൈം റേറ്റിന്റെ നമ്മൾ ഓൾറെഡി പഠിച്ചു, അല്ലെ? പീസ് റേറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ആ പീസസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പീസ് റേറ്റ് സിസ്റ്റം യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ പറയുന്നത് വേർ ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ഓഫ് റിപ്പീറ്റേറ്റീവ് നേച്ചർ. ഇപ്പൊ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, നമുക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് ഏകദേശം അറിയാം ഒരാൾക്ക് ഇന്ന കാര്യം ചെയ്യാൻ ഇത്രയാണ് വരുന്നത്, അതേപോലെ തന്നെ ഇന്നതിൽ ഇത്ര യൂണിറ്റ്സ്, നമ്മൾ ഇത്ര മെറ്റീരിയൽ വെച്ച് ഇത്ര യൂണിറ്റ്സ് ആണ് എന്നൊക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുള്ള റിപ്പീറ്റേറ്റീവ് നേച്ചർ ആണ്. എന്നുവെച്ചാൽ നമുക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല, എല്ലാ പ്രോഡക്ട്സും ഒരേ രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പീസ് റേറ്റ് സിസ്റ്റം യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് വേർ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഈസ് ടു ബി ഇൻക്രീസ്ഡ്. അതേപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റത്തിൽ നമുക്കറിയാം ഒരാൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അയാൾക്ക് എമൗണ്ട് റിസീവ് ചെയ്യും, വേജസ് റിസീവ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ വർക്ക് ചെയ്യണം നിർബന്ധമില്ല, അല്ലെ? അവിടെ നമുക്ക് മോട്ടിവേഷനൊന്നും ഇല്ല വർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവിടെ നമുക്ക് വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വേർ ദ ഡിഗ്രി ഓഫ് ഫിസിക്കൽ വർക്ക് ഈസ് മോർ ദാൻ ദ മെന്റൽ വർക്ക്. മെന്റൽ വർക്ക് അല്ല, ഫിസിക്കൽ വർക്ക് ആണ് കൂടുതലെങ്കിൽ. മെന്റൽ വർക്ക് ആകുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മെന്റൽ വർക്ക് നമുക്ക് യൂണിറ്റ്സിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പീസ് റേറ്റ് അല്ല ടൈം റേറ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനൊക്കെ നമ്മൾ ടൈം റേറ്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഫിസിക്കൽ വർക്ക് ആണ് കൂടുതലെങ്കിലാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
Next, where output can be measured and quality control system is in existence. പിന്നെ ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഇത്ര യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഈസ് ഇൻ എക്സിസ്റ്റൻസ്. അവിടെ ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം വേണം. അല്ലെങ്കിൽ ആ പീസ് റേറ്റ് സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് പ്രോഡക്ട്സിന് ക്വാളിറ്റി ഉണ്ടാവില്ല. ആൾക്കാർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും, അപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ക്വാളിറ്റി കൃത്യമായി ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പീസ് റേറ്റ് സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, വേർ വർക്ക് ഡസ് നോട്ട് റിക്വയർ സ്കിൽ ഓഫ് ഹയർ ഓർഡർ. ഹൈ സ്കില്ലൊന്നും ആവശ്യമില്ലാത്ത ടൈപ്പ് ഓഫ് വർക്കിലാണ് നമ്മൾ നോർമലി പീസ് റേറ്റ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത്. ഹൈ സ്കിൽ ആവശ്യമുള്ളതാണെങ്കിൽ അതിൻ്റെതായ ടൈം എടുത്ത് നമ്മൾ മെല്ലെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഹൈ സ്കിൽ ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് നമ്മുടെ അഡ്വാൻറ്റേജസ് നോക്കാം പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ. ഒന്നാമത്തെ, ഇൻസെന്റീവ് ഫോർ ഹയർ പ്രൊഡക്ഷൻ. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള ഇൻസെന്റീവ് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനുള്ള ഹയർ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹയർ പ്രൊഡക്ഷനുള്ള ഇൻസെന്റീവ് ആണ് നമ്മുടെ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്രൊഡക്ഷൻ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്കും ഒരേ വേജസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഫെയർ അല്ല. അപ്പം നമ്മൾ പ്രൊഡക്ഷന്റെ ബേസിൽ അവർ ചെയ്യുന്ന വർക്കിന്റെ ബേസിലുള്ള പേയ്മെന്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഫെയർനെസ് ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ്, കോസ്റ്റിംഗ് എപ്പോഴും ഈസി ആയിരിക്കും പീസ് റേറ്റ് സിസ്റ്റത്തിൽ. എന്ന് വെച്ചാൽ നമ്മളെ വേജസ് എന്ന് പറയുന്നത് അതൊരു യൂണിറ്റ് ബേസിലാണ് നമുക്ക് വേജസ് വരുന്നത്. അപ്പം നമുക്ക് യൂണിറ്റ് ബേസിലെ വേജസ് എപ്പോർഷൻ ചെയ്യാനും ഈസി ആയിരിക്കും. നെക്സ്റ്റ്, ലെസ്സർ സൂപ്പർവിഷൻ ഒന്നും വേണ്ടല്ലേ. കൂടുതൽ ആൾക്കാരോട് പറയുകയാണെങ്കിൽ നിങ്ങളെ യൂണിറ്റ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനനുസരിച്ചാണ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരൊന്ന് പണിയെടുത്തോളും. അതാരും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല അല്ലെ. പക്ഷേ ടൈം റേറ്റ് സിസ്റ്റത്തിലാകുമ്പം ആൾക്കാർ ജോലി ചെയ്യണം നിർബന്ധമില്ല. അപ്പം നമ്മൾ സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. നെക്സ്റ്റ്, പേഴ്സണൽ ഡിസിഷൻ. അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിൽ നമുക്ക് ഒരാൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെന്നൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കാം. ഇന്നയാള് ഈ വർക്ക് ചെയ്യാൻ അയാൾ സ്യൂട്ടബിൾ അല്ല, ബിക്കോസ് അതിൽ അയാൾ പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിൽ അയാളെ വേറെ വർക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഡെസിഷൻസ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്ന ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കുറവായിരിക്കും. ഒരുപാട് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലാർജ് പ്രൊഡക്ഷന്റെ അതിനുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ പെർ യൂണിറ്റ് കോസ്റ്റ് കുറവായിരിക്കും. നെക്സ്റ്റ്, മോട്ടിവേഷൻ അല്ലെ. എംപ്ലോയീസ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. കൂടുതൽ ജോലി ചെയ്യണം എന്നുള്ള മോട്ടിവേഷൻ അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. എന്ന് വെച്ചാൽ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും. അപ്പൊ അവിടെ ഒരു മോട്ടിവേഷൻ സിസ്റ്റം വർക്ക് ആയിക്കോളും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ലോ ക്വാളിറ്റിയാണ്. പ്രൊഡക്ഷന്റെ ക്വാളിറ്റി എപ്പോഴും കോംപ്രമൈസ്ഡ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. അവർ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്നില്ല. നെക്സ്റ്റ്, ഇൻസെക്യൂരിറ്റി ഓഫ് വർക്കേഴ്സിന് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. നാളെ എന്ത് സംഭവിക്കും അറിയില്ല, അവർക്ക് എത്ര പേയ്മെന്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരും. പ്രത്യേകിച്ച് ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ഇപ്പം ഒരു ദിവസം ഹർത്താൽ വല്ലതും വന്നെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ സ്ഥിരമാണല്ലോ ഹർത്താലൊക്കെ. അപ്പൊ ഹർത്താൽ വന്നു കഴിഞ്ഞാൽ അവരൊന്ന് എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ നടക്കാത്ത സ്ഥിതിക്ക് അവർക്ക് പേയ്മെന്റ് ഇല്ല അന്നത്തെ ദിവസം അല്ലെ. അതേസമയം നമ്മൾ ടൈം റേറ്റ് സിസ്റ്റം ആണെങ്കിൽ മന്ത്ലി പേയ്മെന്റ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ആ ദിവസത്തേക്കുള്ള പേയ്മെന്റും കൂടി റിസീവ് ചെയ്യും. മന്ത്ലി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് റിസീവ് ചെയ്യും. നെക്സ്റ്റ്, സ്റ്റെയിൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതുപോലെ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരാം. ചില സമയത്ത് മാനേജ്മെന്റിന്റെ പ്രശ്നം കൊണ്ട് പ്രൊഡക്ഷൻ നടക്കാതെ വരാം. ഇപ്പൊ റോ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ്, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരാം. അപ്പൊ ആ സമയത്ത് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പൊ എംപ്ലോയീസിന് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നില്ല. അവർ വരുന്നുണ്ട്, പക്ഷെ അവർക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ വരാം. നെക്സ്റ്റ്, ഡിഫിക്കൽട്ടി ഇൻ റേറ്റ് ഫിക്സേഷൻ. നമുക്ക് ഒരു പ്രൊഡക്റ്റിന് എത്രയാണ് റേറ്റ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡിസിഷൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. നെക്സ്റ്റ്, മോർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. അതേപോലെ ഏറ്റവും വലിയ പണി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിയും എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു ഓരോ ദിവസം നമ്മൾ എഴുതി വെക്കണം അല്ലെ. അപ്പൊ അതിന് കുറെ അഡ്മിനിസ്ട്രേറ്റീവ് പേപ്പർ വർക്ക് ഒക്കെ ആവശ്യമുണ്ട്. നെക്സ്റ്റ്, വേസ്റ്റേജ്. എംപ്ലോയീസ് എന്താ ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് എത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ
അത്രയാണ് അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മെറ്റീരിയൽസിൽ വേസ്റ്റേജ് വരാം, അതേപോലെ തന്നെ എന്ത് വരാം, നമുക്ക് മെഷീനറിയിൽ മീൻസ് വിയർ ആൻഡ് ടിയർ വരാം. അപ്പം അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള വേസ്റ്റേജസും, ചിലപ്പം ഫ്യൂവല് അതൊക്കെ വേസ്റ്റേജ് ആയിട്ട് വരാം. അപ്പൊ വേസ്റ്റേജസ് കൂടുതലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു ടൈലറിങ് യൂണിറ്റ് ആണ്. ടൈലറിങ് യൂണിറ്റിൽ നമ്മളത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് എത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കട്ട് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് തുണി വേസ്റ്റ് ആവുന്ന രീതിയിലൊക്കെ വരാം. മറ്റേതാകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കറക്റ്റ് മെഷർമെന്റ് വെച്ച് ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ വേസ്റ്റേജിന്റെ ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ഹെൽത്ത് ഹസാർഡ്. എംപ്ലോയീസ് കൂടുതൽ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എക്സോസ്റ്റഡ് ആയി വരുമ്പം അവർക്ക് ഹെൽത്തിന് പ്രശ്നങ്ങൾ വരാം. നെക്സ്റ്റ് ഓപ്പോസിഷൻ ബൈ ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് എപ്പോഴും പീസ് റേറ്റ് സിസ്റ്റത്തിന് എതിരാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് റേറ്റ് സിസ്റ്റം ആകുമ്പോൾ എംപ്ലോയീസിനിടയിൽ അടി ഉണ്ടാവും അല്ലെ. അവർക്ക് ഒരേ പൊസിഷനിലിരിക്കുന്ന എംപ്ലോയീസിന് തന്നെ ഡിഫറെന്റ് വേജസ് റിസീവ് ചെയ്യുന്നു. അതേപോലെ അവിടെ പാരവെപ്പ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടക്കാം. പിന്നെ എന്താണ്, സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ട ട്രേഡ് യൂണിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻസ് എപ്പോഴും പീസ് റേറ്റ് സിസ്റ്റത്തിനെതിരാണ്. ട്രേഡ് യൂണിയൻസിന്റെ മെയിൻ എയിം എന്താണ്, പണിയൊന്നുമില്ലാതെ ആൾക്കാർക്ക് പൈസ കിട്ടണം അല്ലെ. അപ്പൊ ആ സിസ്റ്റം ഇവിടെ പീസ് റേറ്റ്സിൽ നടക്കില്ല. അപ്പോൾ ഒപ്പോസിഷൻ ബൈ ട്രേഡ് യൂണിയൻസ് ആണ് നമ്മുടെ അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടൈം റേറ്റ് സിസ്റ്റവും പഠിച്ചു, പീസ് റേറ്റ് സിസ്റ്റവും പഠിച്ചു. രണ്ടും തമ്മിൽ ഡിഫറൻസ് നോക്കാം. ഒന്നാമത്തെ മീനിങ് പറയുകയാണെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റം പറയാണ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം സ്പെൻഡ് അല്ലെ. എത്ര ടൈമാണ് അവരവിടെ ജോബിന് സ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് പേയ്മെന്റ് കിട്ടുന്നത്. പീസ് റേറ്റ് സിസ്റ്റത്തിൽ എന്തിന്റെ ബേസിലാണ്, എത്രയാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് ബേസിസ് ഓഫ് പേയ്മെന്റ്. പേയ്മെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് ടൈം റേറ്റ് സിസ്റ്റത്തിൽ വർക്കർ ഈസ് പെയ്ഡ് എ ഫിക്സഡ് റേറ്റ് പെർ അവർ, പെർ ഡേ, പെർ മന്ത് അതിന്റെ ബേസിലാണ്. പക്ഷെ പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ വർക്കർ ഈസ് പെയ്ഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ജോബ് കംപ്ലീറ്റഡ്, എത്ര വർക്ക് ചെയ്തു അതിനനുസരിച്ച്. നെക്സ്റ്റ് ലിങ്കേജ്. ദർ ഈസ് നോ ലിങ്കേജ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് റിവാർഡ്. നമ്മുടെ പെർഫോമൻസും അതേപോലെ നമുക്ക് കിട്ടുന്ന പേയ്മെന്റും ആയിട്ട് ഒരു ബന്ധവും ഇല്ല ടൈം റേറ്റ് സിസ്റ്റത്തിൽ. പക്ഷെ പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിലോ ദർ ഈസ് ലിങ്കേജ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് റിവാർഡ്. പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിവാർഡും കൂടും അല്ലെ. നെക്സ്റ്റ് ക്വാളിറ്റി പറയാണ്. ക്വാളിറ്റി ഓഫ് വർക്ക് ടെൻസ് ടു ബി ഹൈ. ക്വാളിറ്റി കൂടുതലായിരിക്കും ടൈം റേറ്റ് സിസ്റ്റത്തിൽ. ഇഷ്ടംപോലെ സമയമുണ്ട്, മെല്ലെ ഇരുന്ന് ചെയ്താൽ മതി. പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്ക് ടെൻസ് ടു ബി ലോ. ക്വാളിറ്റി കുറവായിരിക്കും അല്ലെ. പെട്ടെന്ന് പ്രൊഡക്ഷൻ നടക്കുവാണ്, ക്വാളിറ്റി ശ്രദ്ധിക്കണം എന്നില്ല. നെക്സ്റ്റ് വേസ്റ്റേജ് പറയാണ്. ടൈം റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ദർ ഇസ് ലെസ് ചാൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് മെഷീനറി. എപ്പോഴും വേസ്റ്റേജ് കുറവായിരിക്കും, നമ്മൾ സമയം എടുത്ത് മെല്ലെ ചെയ്യുവാണ്. പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിലോ ദർ ഈസ് ചാൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് മെഷീനറി. നെക്സ്റ്റ് സൂപ്പർവിഷൻ പറയുകയാണെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ അവർ ജോലി ചെയ്യുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലെ. ക്ലോസ് സൂപ്പർവിഷൻ ആവശ്യമാണ്. പക്ഷെ പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ക്ലോസ് സൂപ്പർവിഷന്റെ ആവശ്യം ഇല്ല. നെക്സ്റ്റ് മെയിൻ്റനൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റത്തിൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ലോ ആണ്. എന്നുവെച്ചാൽ അവിടെ ഒരുപാട് മെഷീനറിയുടെയും അതൊന്നും ഒരുപാട് ഓവർ യൂസേജ് ഒന്നും വരുന്നില്ല. അപ്പോൾ മെയിൻ്റനൻസ് ചാർജസ് കുറച്ച് മതി. പക്ഷെ പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഈസ് ഹൈ മെയിൻ്റനൻസ് വരും. നമ്മളെ മെഷീനറിയും അതുപോലെ എല്ലാ കാര്യങ്ങളും ഓവർ യൂസേജ് വരുന്നത് കൊണ്ട്. നെക്സ്റ്റ് സെക്യൂരിറ്റി പറയുകയാണെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റത്തിൽ എക്കണോമിക് സെക്യൂരിറ്റി ആണ് എംപ്ലോയീസിന്റെ. ടൈം റേറ്റ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ അവിടെ അവർക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. ഒരു മന്ത് എൻഡ് ആയാൽ എനിക്ക് എന്തായാലും ഇത്ര എമൗണ്ട് കിട്ടുന്നുള്ള ഒരു എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ അങ്ങനെ ഒരു എക്കണോമിക് സെക്യൂരിറ്റി എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാൻ പീസ് റേറ്റ് സിസ്റ്റം കൊണ്ട് പറ്റില്ല. എന്തായി കഴിഞ്ഞാലും ഈ മന്ത് എൻഡിൽ എനിക്ക് ഇത്ര പൈസ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് യൂസ്ഫുൾനെസ്. ടൈം റേറ്റ് സിസ്റ്റത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെർ എ വർക്കർ ഹാസ് ടു ഡു എ വെറൈറ്റി ഓഫ് ഡിസിമിലർ ജോബ്സ്. സിമിലർ അല്ലാത്ത കുറെ കാര്യങ്ങളാണ് ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് ടൈം റേറ്റ് സിസ്റ്റം യൂസ്ഫുൾ ആണ്. ഒരാൾ ഒരേ പ്രോഡക്റ്റ് ഒരേ രീതിയിൽ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെർ എ വർക്കർ ഹാസ് ടു ഡു ദ ജോബ് ഓഫ് റിപ്പീറ്റേറ്റീവ് നേച്ചർ. ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്ത് ഒരേ പ്രോഡക്റ്റ് തന്നെ അയാൾ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമുക്ക് പീസ് റേറ്റ് സിസ്റ്റം യൂസ്ഫുൾ ആവുന്നത്.
ഇനി പീസ് റേറ്റ് സിസ്റ്റത്തിൽ വരുന്ന ഓരോ മെത്തേഡ്സ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം. സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം പേയ്മെന്റ് ഈസ് മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് കൺസിഡറിങ് ദ ടൈം ടേക്കൺ. നേരത്തെ പറഞ്ഞ നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, പീസ് വേജ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. ബേസിക് ആയിട്ടുള്ള പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ മെത്തേഡാണ് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അവേർലി റേറ്റ് 200 ആണെന്ന് വിചാരിച്ചോ. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 10 യൂണിറ്റ്സ് ആണ്. ഒരു അവറിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട യൂണിറ്റ്സ് 10 യൂണിറ്റ്സ് ആണ്. ഇപ്പൊ പീസ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഒരു അവറിൽ 200 ആണെന്ന് പറയുന്നുണ്ട്, ഒരു അവറിൽ നമ്മൾ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പീസ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു പീസിന്റെ മേലെ എത്ര വരുന്നതാണ്, ഒരു യൂണിറ്റിന് എത്ര വരുന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ 200 ആണ് ഒരു അവറിൽ കൊടുക്കുന്നത്. ഒരു അവറിൽ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 200 ഡിവൈഡ് ബൈ 10 20 ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്നത്. If a worker produces 25 units in a day of 8 hours, 25 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8 hours ഉള്ള ഒരു ദിവസത്തിൽ. അങ്ങനെയാണെങ്കിൽ അയാളുടെ പീസ് വേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, 20 ആണ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 25 ആണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ്. അപ്പൊ 20 × 25 500 ആയിരിക്കും അയാളുടെ വേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അയാൾ 8 hours വർക്ക് ചെയ്തു എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പീസ് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത് ചെയ്താൽ മതി. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ്. അണ്ടർ ദിസ് സിസ്റ്റം വർക്കേഴ്സ് ആർ പെയ്ഡ് മിനിമം വേജസ് ഓൺ ദ ബേസ് ഓഫ് ടൈം റേറ്റ്. ടൈം റേറ്റിന്റെ ബേസിസിൽ ഒരു മിനിമം വേജസ് അവർക്ക് എന്തായാലും പേ ചെയ്തിരിക്കും. പ്രൊഡക്ഷന്റെ ബേസിസിൽ വേറെയും അതുകൂടാതെ ടൈം റേറ്റും കൂടി അവർക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര മിനിമം കിട്ടും എന്നൊരു ഗ്യാരണ്ടി അവിടെ ഉണ്ട്. A piece rate system with guaranteed time rate may include any one of the following. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവാന്ന് പറയുന്ന ഒന്നാമത്തത്, if earnings on the base of piece rate is less than the guaranteed minimum wages, the worker will be paid on the base of time rate. ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഇപ്പോൾ ഒരാൾക്ക് അതുപോലെ മിനിമം വേജസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരാളുടെ മിനിമം വേജസ് 100 ആണെന്ന് വിചാരിച്ചു ഒരു ദിവസത്തെ. അതുകൂടാതെ അയാൾക്ക് പീസ് റേറ്റ് സിസ്റ്റത്തിൽ പറയാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ കിട്ടുമെന്നും പറയാണ്. അപ്പൊ അയാൾ 11 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഒരാൾ 9 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ 9 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താക്ക് 90 റുപ്പീസും 11 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താക്ക് 110 റുപ്പീസും ആണ് വേണ്ടത്. അപ്പൊ ഈ 90 റുപ്പീസ് ഉള്ള ആൾക്ക് മിനിമം വേജസ് ആയില്ല അല്ലെ, മിനിമം വേജസ് 100 ആണ്. അതുകൊണ്ട് 90 റുപ്പീസ് ഉള്ള ആൾക്ക് 100 റുപ്പീസ് കൊടുക്കും. ഇനി 110 ഉള്ള ആൾക്കാണെങ്കിൽ 110 തന്നെ കൊടുക്കും. അപ്പൊ മിനിമം വേജസ് ആവാത്ത ആൾക്ക് മിനിമം വേജസ് കൊടുക്കും. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് തന്നെ കൊടുക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് വേജസ് അക്കോർഡിംഗ് ടു ടൈം റേറ്റ് പ്ലസ് എ പീസ് റേറ്റ് പേയ്മെന്റ് ഫോർ യൂണിറ്റ്സ് എബവ് എ റിക്വയർഡ് മിനിമം. പിന്നെ പറയുന്നത് അവർക്ക് ഗ്യാരണ്ടീഡ് വേജസ് ഫിക്സ് ചെയ്യും ടൈം റേറ്റിൽ എല്ലാവർക്കും. അതിനുശേഷം അവരോട് പറയാണ് നിങ്ങൾ ഒരു ദിവസം 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ എല്ലാവരും 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും മിനിമം വേജസ് കൊടുക്കും. ഇനി ആരെങ്കിലും ഇതിന്റെ മേലെ 100ന് മേലെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്ത എമൗണ്ടിന് എന്ത് ചെയ്യും? എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കും. ഇതാണ് രണ്ടാമത്തെ പറയുന്നത് ഗ്യാരണ്ടി വേജസ് അക്കോർഡിംഗ് ടു ടൈം റേറ്റ്. ടൈം റേറ്റിൽ ഒരു ഗ്യാരണ്ടീഡ് പേയ്മെന്റ് പറയും. അതുകൂടാതെ ആരെങ്കിലും മിനിമത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അവരോട് പറഞ്ഞതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനുള്ള എക്സ്ട്രാ പേയ്മെന്റ് വേറെ കൊടുക്കും. നെക്സ്റ്റ് പീസ് റേറ്റ് വിത്ത് ഫിക്സഡ് ഡിയർനെസ് അലവൻസ് ഓർ കോസ്റ്റ് ഓഫ് ലിവിംഗ് ബോണസ്. ഇനി മൂന്നാമത്തെ മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് റേറ്റ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രേറ്റ് പീസ് റേറ്റ് മെത്തേഡിൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം പേയ്മെന്റ് കൊടുക്കും. അത് കൂടാതെ ഒരു മിനിമം ആയിട്ടുള്ള ഡിയർനെസ് അലവൻസ് അല്ലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ബോണസ് എല്ലാവർക്കും കൊടുക്കും. അത് ചിലപ്പോൾ മന്ത്ലി ഇത്ര റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് മിനിമം ഒരു വേജസ് കൊടുക്കും. അതുകൂടാതെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് വേജസും കൊടുക്കും. അപ്പൊ ഇങ്ങനെ 3 മെത്തേഡിലാണ് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടി ടൈം റേറ്റ് നമ്മൾ ആപ്ലിക്കബിൾ ആക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ആണ്. ഇപ്പൊ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് പ്രൊവൈഡ്സ് ഇൻസെന്റീവ് ഓൺ ദ ബേസ് ഓഫ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സിന്റെ എഫിഷ്യൻസിയുടെ ബേസിൽ അവർക്ക് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതിലാണ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് വെച്ചാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഹയർ പീസ് റേറ്റ്സ് ആർ പ്രൊവൈഡഡ് ഫോർ ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ്. നമ്മൾ ടൈം റേറ്റിൽ ഏകദേശം ഇതുപോലൊരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തില്ലേ? ഇപ്പം 80% ഉള്ളവർക്ക് ഇത്ര, 80 to 90 ഉള്ളവർക്ക് ഇത്ര, അതിൻ്റെ മേലെ 90 to 100 ഇത്ര, അതുപോലെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള പീസ് റേറ്റ് ആണ് ഓരോ ലെവൽ ഓഫ് എഫിഷ്യൻസിക്കും ഓരോ ലെവൽ ഓഫ് പെർഫോമൻസിനും ഡിഫറെൻറ്റ് പീസ് റേറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദർ ആർ വേരിയസ് സ്കീംസ്, അതിൽ തന്നെ പല സ്കീംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ബേസിക് എയിം എന്ന് പറയുന്നത് ഇതുപോലെ ഹയർ പെർഫോമൻസ് വരുന്നവർക്ക് ഹയർ റേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് സ്കീം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 3 മെത്തേഡാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, രണ്ടാമത്തെ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, പിന്നെ ഗാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാന്റ്. ഈ 3 മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ 3 ഡിഫറെൻറ്റ് സ്കീംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം നമുക്കറിയാം. FW ടെയ്ലർ അല്ലേ, നമ്മുടെ കൊമേഴ്സ് പഠിക്കുമ്പം ആദ്യം കേട്ട പേരാണ് FW ടെയ്ലർ. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മുടെ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കൊണ്ടുവന്നത്. നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെന്റ് ഫാദർ എന്നൊക്കെ പറയുന്ന FW ടെയ്ലർ. Under this system, a standard time is fixed for each job so that the amount of work expected to be performed by any worker of reasonable efficiency is clearly known. അപ്പോൾ ഓരോന്നിനും ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര ടൈമാണെന്ന് ഏകദേശം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാളെടുത്ത് നമ്മൾ എത്രയാണ് വർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം എഫിഷ്യൻസി ഉള്ള ഒരാളാണെങ്കിൽ ഇത്ര ടൈം എടുത്തു കഴിഞ്ഞാൽ അയാൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമുക്കറിയാം അല്ലേ? ഒരു വർക്ക് ഇപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 hour ആണെന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ അത് പെർഫോം ചെയ്ത് നോക്കിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 hour ആണ്. അപ്പോൾ ഒരാൾ ആ ഓർഗനൈസേഷനിൽ അതിൽ 8 hours ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ 8 hours പ്രൊഡ്യൂസ് ചെയ്തിരിക്കും അല്ലേ? നോർമൽ എഫിഷ്യൻസിയുള്ള റീസണബിൾ എഫിഷ്യൻസിയുള്ള ഒരാളാണെങ്കിൽ അത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. A worker who finishes the work within the standard time is paid a higher rate. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഇടയിൽ അത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഹൈ റേറ്റ് ഫിക്സ് ചെയ്യും. ബട്ട് ദ വർക്കർ ഹു കനോട്ട് കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈം, അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഇടയിൽ അയാൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈസ് പെയ്ഡ് എ ലോവർ റേറ്റ് ആയിരിക്കും പേ ചെയ്തിരിക്കുന്നത്. വെച്ചാൽ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അയാൾ 8 hours വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ 8 units പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ 8 units അയാൾക്ക് 8 hoursനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ റേറ്റ് നമ്മൾ കുറച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ദസ് 2 പീസ് റേറ്റ്സ് ആർ ഫിക്സ്ഡ്. അപ്പോൾ ഇവിടെ 2 പീസ് റേറ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ സ്റ്റാൻഡേർഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കും. വൺ ഫോർ ദ എഫിഷ്യൻറ്റ് വർക്കർ ആൻഡ് ദ അതർ ഫോർ ലെസ് എഫിഷ്യൻറ്റ്. ദ എഫിഷ്യൻസി ഓഫ് വർക്കർ മേ ബി ഡിറ്റർമൈൻഡ്. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി നമ്മൾ തീരുമാനിക്കുന്ന ഒന്ന് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ആക്ച്വൽ ടൈം ടേക്കൺ ഓവർ ദ സ്റ്റാൻഡേർഡ് ടൈം അലൗഡ്. അപ്പോൾ എത്രയാണോ ടൈം, ഒരാൾ 8 units ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ദിവസം, അപ്പോൾ അയാൾ എത്ര ടൈം എടുത്തു നോക്കും. ഇപ്പോൾ ഒരാൾ 8 hoursന്റെ കുറവാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ 9 hours എടുത്തു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എഫിഷ്യൻസി ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് ഓവർ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് ടൈമിനിടയിൽ 8 hours ആണ് അയാൾക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അയാൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് നോക്കിയാൽ മതി അല്ലേ? 8 units ആണെങ്കിൽ നമുക്ക് റീസണബിൾ എഫിഷ്യൻസി ആണ്. 8 unitsൽ കുറവാണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ എഫിഷ്യൻസി കുറവാണെന്ന് പറയാം. അപ്പോൾ ഒന്നിക്ക് ടൈമിൻ്റെ ബേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ റിവാർഡ്സ് എഫിഷ്യൻസി. നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമിൽ തന്നെ അയാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എഫിഷ്യൻസി ആണ് അയാളുടെ കാണിക്കുന്നത്. അതിനുള്ള റിവാർഡ് എന്ന് വെച്ചാൽ എക്സ്ട്രാ പേയ്മെന്റ് കിട്ടുന്നുണ്ട് അല്ലെ, വേറൊരു റേറ്റിലാണ് അയാളുടെ പേയ്മെന്റ് വരുന്നത്. അപ്പോൾ എഫിഷ്യൻസിക്കുള്ള റിവാർഡ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസെന്റീവ് ടു പ്രൊഡ്യൂസ് മോർ. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ് ആണ് അല്ലെ, അയാൾക്ക് അതിനുള്ള മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് റെഡ്യൂസ്ഡ് ഓവർ ഹെഡ് റേറ്റ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്കവിടെ പെർ യൂണിറ്റ് ഓവർ ഹെഡ് കോസ്റ്റ് കുറയും അല്ലേ. നമ്മൾ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മുടെ റേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓവർ ഹെഡിൻ്റെ ഒക്കെ പെർ യൂണിറ്റ്. അപ്പം നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓവർ ഹെഡിൻ്റെ പെർ യൂണിറ്റ് റേറ്റ് കുറയും. അട്രാക്ട്സ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. ഇപ്പം വേറെ എല്ലാ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് വേറെ ഓർഗനൈസേഷനിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരറിയാണ് ഇന്ന കമ്പനിയിൽ
നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റേറ്റിൽ പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കമ്പനിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. എഫിഷ്യന്റ് വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് ലോ ലേബർ ടേൺ ഓവർ. അപ്പൊ എഫിഷ്യൻസിക്ക് നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോട്ടിവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നുണ്ട്, മര്യാദയ്ക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള പൈസ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ടേൺ ഓവർ കുറയും. നെക്സ്റ്റ് എലിമിനേഷൻ ഓഫ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്. ഇനി ഇൻഎഫിഷ്യന്റ് ആയ വർക്കേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് പണിയെടുക്കാതെ നിൽക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ അവർക്ക് ആ പറഞ്ഞ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ലോ വേജസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവരവിടുന്ന് പോകാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പം ഓട്ടോമാറ്റിക്കലി ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സിന് ആരും പറഞ്ഞു വിടേണ്ട, അവർ തന്നെ പൊക്കോളും അവർക്കുള്ള പേയ്മെന്റ് കുറഞ്ഞു തോന്നുന്ന സമയത്ത്. അതിന് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഒന്നാമത്തെ ഡസ് നോട്ട് ഗ്യാരണ്ടി മിനിമം വേജസ്. ഇവിടെ മിനിമം വേജസ് ഒന്നും പറയുന്നില്ല അല്ലെ. എഫിഷ്യൻസി ഇല്ലാത്തവർക്ക് അവരെത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തോ അത് ഇൻറ്റു അവരുടെ ലോവർ റേറ്റ് എന്നേ പറയുന്നുള്ളൂ, അല്ലാണ്ട് മിനിമം ആയിട്ടൊരു വേജസ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും അല്ലെ, ഇക്കണോമിക് ഇൻസെക്യൂരിറ്റി വരും. നെക്സ്റ്റ് പണിഷ്മെന്റ് ടു ബിഗിനേഴ്സ് ആൻഡ് സ്ലോ വർക്കേഴ്സ്. ഇപ്പൊ ഒരാൾ ജോയിൻ ചെയ്തേ ഉള്ളൂ, അപ്പൊ അയാൾക്ക് ബിഗിനർ ആണ്, അയാൾക്ക് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്തായാലും ഒരു 1-2-3 മാസത്തേക്കൊന്നും എത്താൻ പറ്റില്ല അല്ലെ. അപ്പൊ അത്രയും പീരീഡിൽ അവർക്കുള്ള പേയ്മെന്റ് കുറവായിരിക്കും. അതേപോലെ തന്നെ സ്ലോ വർക്കേഴ്സ് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ജന്മനാ സ്ലോ ആയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് ഈ മെത്തേഡ് വരുന്നത്. നെക്സ്റ്റ് ഹൈ ഡിസ്ക്രിമിനേഷൻ. അതേപോലെ ഹൈ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട് എഫിഷ്യന്റ് വർക്കേഴ്സും ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സും തമ്മിൽ. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള യൂണിറ്റിക്കും പ്രശ്നം വരും, അവർ തമ്മിലുള്ള ബന്ധം വഷളാവാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഓഫ് ജോബ്സ്. ഇപ്പൊ ജോബിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ജോബ് ഒരാൾ ഇന്ന ടൈമിൽ ചെയ്തു, ഒരു ലേബറർ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന പേയ്മെന്റ് കൂടുതലാണ് അല്ലെ. ഇനി അതേ ജോബ് വേറൊരാൾ ടൈം കുറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന പേയ്മെന്റ് കുറവാണ്. അപ്പൊ രണ്ട് സിമിലർ ജോബിനകത്ത് വരുന്ന ലേബർ കോസ്റ്റ് മാറി അല്ലെ. അപ്പൊ കോസ്റ്റ് മാറിയില്ല, ടോട്ടൽ കോസ്റ്റ് ഡിഫറൻസ് വരും. അപ്പൊ സിമിലർ ആയിട്ടുള്ള ജോബിൽ തന്നെ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ വേജസ് പേയബിൾ ടു വർക്ക് എക്സ് ആൻഡ് വൈ. രണ്ട് എംപ്ലോയീസിന്റെ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അണ്ടർ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പറഞ്ഞിട്ട് 40 യൂണിറ്റ്സ് പെർ അവർ. ഒരു അവറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 40 യൂണിറ്റ്സ് ആണ്. സിമ്പിൾ ടൈം റേറ്റ് തന്നിട്ടുണ്ട് ₹200 പെർ അവറിൽ. ഒരു അവറിൽ നമുക്ക് തന്നിരിക്കുന്ന 200 ആണ് ടൈം റേറ്റ് എന്ന് പറയുന്നുണ്ട്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കുറഞ്ഞതും സ്റ്റാൻഡേർഡ് ഉള്ളതുമായ ആൾക്കാർക്ക് ഡിഫറെന്റ് ആണ് അല്ലെ. ബിലോ സ്റ്റാൻഡേർഡ് 75% ഓഫ് പീസ് റേറ്റ്. പീസ് റേറ്റിന്റെ 75% ആണ് ഇവിടെ നോക്കുക. പീസ് റേറ്റിന്റെ 75% ആണ് നമുക്ക് തന്നിരിക്കുന്ന ടൈം റേറ്റ് ആണ്, അതിന്റെ 75% എടുക്കാൻ പാടില്ല. നേരത്തെ ക്വസ്റ്റിൽ ചെയ്തതുപോലെ അതിൽ നിന്ന് നമ്മൾ പീസ് റേറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ആ പീസ് റേറ്റിന്റെ 75% ആണ്. ഇനി നെക്സ്റ്റ് എബവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 125% ഓഫ് പീസ് റേറ്റ്. പീസ് റേറ്റിന്റെ 125% ആണ് അവർ കൊടുക്കുന്ന പേയ്മെന്റ്. അപ്പൊ ഇതിൽ എക്സും വൈയുടെ കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. എക്സ് 300 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്, വൈ 420 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ എന്ന് വെച്ചാൽ 8 അവേഴ്സിലാണ് അവർ ഈ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ എങ്ങനെയാ അവരുടെ പേയ്മെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പീസ് റേറ്റ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യണം. ടൈം റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ടൈം റേറ്റ് തന്നിരിക്കുന്നത് 200 പെർ അവർ. ഒരു അവറിൽ 200 റുപ്പീസ് കൊടുക്കും. ആ ഒരു അവറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 40 യൂണിറ്റ് ആണ്. അപ്പൊ ഒരു യൂണിറ്റിന് മേലെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് 200 ഡിവൈഡ് ബൈ 4 വെച്ചാൽ പോരെ. അപ്പൊ 200 ഡിവൈഡ് ബൈ 4 5 ആണ് നമ്മുടെ പീസ് റേറ്റ്. 5 റുപ്പീസ് ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പം ഈ യൂണിറ്റിന്റെ ഈ 5 റുപ്പീസിന്റെ മേലെ വേണം നമ്മൾ രണ്ട് ഡിഫറെന്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 75%, എബവ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലാണെങ്കിൽ 125% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 5ന്റെ 75% ആയിരിക്കും ലോ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് കൊടുക്കുന്നത്. ഹൈ സ്റ്റാൻഡേർഡ് വരുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് അതിന്റെ 125%. അപ്പൊ രണ്ട് റേറ്റ് ഉണ്ട്. രണ്ട് റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ ലോ പീസ് റേറ്റ് അല്ലെ, ഒരു ലോവും ഒരു ഹൈയോ ഉള്ളത്. ലോ പീസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5ന്റെ 75% എന്ന് വെച്ചാൽ 3.75 പെർ യൂണിറ്റ് ആണ് അത് വരുന്നത്. ഇനി നമ്മുടെ ഹൈ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 125% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
125 5ന്റെ 125% എന്ന് പറഞ്ഞാൽ 6.25 പെർ യൂണിറ്റ്. അപ്പൊ നമുക്ക് രണ്ട് ഡിഫറെന്റ് റേറ്റ് കിട്ടി. ഇനി ഈ റേറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ റേറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അവരുടെ എങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നിക്കൽ അവർ ടൈം സ്പെൻഡ് ചെയ്ത് എത്രയാണെന്ന് കൂടുതലാണോ കുറവാണോ നോക്കാം, അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തത് സ്റ്റാൻഡേർഡിനെ കാട്ടിയും കൂടുതലാണോ കുറവാണോ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്ത രണ്ടുപേരും 8 hours തന്നെയാണ് സ്പെൻഡ് ചെയ്തത് അല്ലേ. അപ്പൊ ടൈമിൽ വ്യത്യാസമില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 1 hourൽ 40 units ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ 8 hours അവർ ശരിക്കും എത്ര പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? 8 hours 8 into 40 320 units ആണ് അവർ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. അതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്. ഇപ്പൊ ടൈമിൽ നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, യൂണിറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആക്ച്വലി അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 320 units ആണ്. 320 unitsോ അതിൽ കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് 6.25 പെർ യൂണിറ്റിൽ കിട്ടും. ഇനി 320 unitsൽ കുറവാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് 3.75 പെർ യൂണിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എക്സിന്റെ കാര്യത്തിൽ നോക്കാം. ആദ്യം നമുക്ക് എക്സ് പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണെന്ന് പറയുന്നുണ്ട്, 300 units ആണ്. അപ്പൊ 320 ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെ. 320ൽ കുറവാണ്, 300 ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന റേറ്റ് 3.75. അപ്പൊ 3.75 into 300 ആണ് എക്സിന് കിട്ടുള്ളൂ. അപ്പൊ എത്ര വരും നമുക്ക്? 1125. അതാണ് എക്സിന്റെ വേജസ് ആയിട്ട് റിസീവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? 320 units ആണ് ഒരു ദിവസം 8 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, മിസ്റ്റർ എക്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 300 units ആണ്. ഇപ്പൊ 320ൽ കുറവുള്ള ആൾക്കുള്ള റേറ്റ് ലോ പീസ് റേറ്റ് ആണ്, 3.75 ആണ്. ഇപ്പൊ 300 into 3.75. ഇപ്പൊ എത്ര കിട്ടിയ? എക്സിന്റെ പേയ്മെന്റ് 1125 കിട്ടി. ഇനി വൈയുടെ കേസ് നോക്കാം. വൈ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 420 units പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ. 320 പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയത്ത് 420 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഹൈ റേറ്റ് എടുക്കാം, 6.25 എടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 420 units പ്രൊഡ്യൂസ് ചെയ്തു, ഒരു യൂണിറ്റിന് മേലെ 6.25 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ 2625. അപ്പൊ വലിയ ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ. 300 പ്രൊഡ്യൂസ് ചെയ്തതും 420 പ്രൊഡ്യൂസ് ചെയ്തതും തമ്മിൽ വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റിൽ രണ്ടാമത്തത് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ്. അപ്പൊ അതിൽ നോക്കാം. ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ ഒരു മോഡിഫിക്കേഷൻ മാത്രമാണ്. അണ്ടർ ദിസ് സിസ്റ്റം പീസ് റേറ്റ്സ് ആർ യൂസ്ഡ് ബൈ ഗ്രൂപ്പിംഗ് ദ വർക്കേഴ്സ് ഇൻ ടു 3 categories. ഇപ്പൊ മറ്റേതിൽ നമ്മൾ 2 കാറ്റഗറി ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റാൻഡേർഡ് ആൻഡ് അബവ് അല്ലെങ്കിൽ ബിലോ സ്റ്റാൻഡേർഡ്. ഇവിടെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് മാറ്റി. ആവറേജ് വർക്കേഴ്സ്, എഫിഷ്യന്റ് വർക്കേഴ്സ് ആൻഡ് മോസ്റ്റ് എഫിഷ്യന്റ് വർക്കേഴ്സ്. എന്നിട്ട് 3 റേറ്റ് അപ്ലൈ ചെയ്തു. ഇതാണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. ഇപ്പൊ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റിൽ 2 ഗ്രൂപ്പായിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഇതിനകത്താകുമ്പോൾ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പെർസെന്റേജിന്റെ ബേസിൽ തന്നെയാണ്, എഫിഷ്യൻസിയുടെ പെർസെന്റേജിന്റെ ബേസിൽ തന്നെയാണ്. ഇപ്പൊ 3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ അപ് ടു 83% എഫിഷ്യൻസി ഉള്ള ആളാണ്. രണ്ടാമത്തത് 83 to 100 ആണ്. മൂന്നാമത്തത് 100ന്റെ മേലെ വരുന്നതാണ്, അറ്റ് ഓർ എബവ് 100ഉം അതിന് മേലെയും വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള റേറ്റും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈലറിന്റെ എന്താണെങ്കിൽ നമ്മൾ 2 ഗ്രൂപ്പാക്കി മാറ്റിയേ ഉള്ളൂ. റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫേം ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. നമുക്ക് ബേസിക് പീസ് റേറ്റ് സിസ്റ്റം. അപ്പൊ ബേസിക് പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ നോർമൽ പീസ് റേറ്റ് അതാണ് ഫസ്റ്റ് ഗ്രൂപ്പിന് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ബേസ് ആയിട്ട് എത്രയാണോ പറഞ്ഞത് അതാണ് ഫസ്റ്റ് ഗ്രൂപ്പിന് കിട്ടുന്നത്. ഇനി 83 to 100 വരുന്ന ആൾക്ക് 110% ഓഫ് ബേസിക് പീസ്, ബേസിക് ആയിട്ട് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും എത്രയാണ് പീസ് റേറ്റ്. അതിന്റെ 110% ആണ് രണ്ടാമത്തെ ആൾക്കാർക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ ആൾക്കാർക്ക് കിട്ടുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻസി ഉള്ള 100ഉം അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് 120% ഓഫ് ബേസിക് പീസ് റേറ്റ് ആണ്. ഇപ്പൊ റേറ്റ് നമുക്ക് എത്ര പെർസെന്റേജ് ആണെന്നും ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ് എഫിഷ്യൻസി ഓരോ ഗ്രൂപ്പ് ആക്കിയെന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ക്വസ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഏർണിംഗ്സ് ഓഫ് വർക്കേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അതിൽ നമ്മൾക്ക് പീസ് റേറ്റ് തന്നിട്ടുണ്ട്, നോർമൽ പീസ് റേറ്റ് തന്നിട്ടുണ്ട് 10 per unit. നേരത്തെ പോലെ ടൈമിൽ നിന്ന് നമുക്ക് പീസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനില്ല. ഇവിടെ പീസ് റേറ്റ് തന്നെ തന്നിട്ടുണ്ട്. നമുക്ക്
10 ആണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനും തന്നിട്ടുണ്ട്. ഒരാൾ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 120 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ എ 8 അവർ ഡേ, 8 അവർ വരുന്ന ഒരു ദിവസത്തിൽ ഈ 120 യൂണിറ്റ്സ് ആണ് നമ്മൾ 100% ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൽ നിന്ന് വേണം നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ദിവസത്തിൽ എക്സ് പ്രൊഡ്യൂസ് ചെയ്തത് 90 യൂണിറ്റ്സ് ആണ്, വൈ പ്രൊഡ്യൂസ് ചെയ്തത് 100 യൂണിറ്റ്സ് ആണ്, സെഡ് പ്രൊഡ്യൂസ് ചെയ്തത് 132 യൂണിറ്റ്സ് ആണ്. ഇപ്പൊ ഇവരുടെ വേജസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇവരുടെ എഫിഷ്യൻസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്? ഒരു ദിവസം അവർ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്ന 120 യൂണിറ്റ്സ് ആണ്. അപ്പൊ 90 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 90 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. അതുപോലെ ഒരാളുടെ പെർസെൻറ്റേജ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. റേറ്റ് നേരെ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട റേറ്റ് ആണ്. റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാ? ആക്ച്വൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തു ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എത്രയാണ് ഇൻറ്റു 100. അപ്പൊ എക്സിന്റെ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. 90 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു ടോട്ടൽ? 120 ഇൻറ്റു 100 അല്ലെ. 90 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 നമുക്ക് കിട്ടിയിരിക്കുന്നത് 75% ആണ്. അപ്പൊ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ് ടു 83%-ലല്ലേ വരുന്നത്. അപ്പൊ എത്ര കിട്ടും? നോർമൽ ബേസിക് റേറ്റ് ആയ നമ്മുടെ 10 റുപ്പീസ് തന്നെയാണ് അയാൾക്ക് റിസീവ് ചെയ്യുന്നത്. ഇനി വൈയുടെ കാര്യം നോക്കാം. വൈ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 എത്ര വന്നു? 83.33% വന്നു. 83.33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയിലല്ലേ വരാം. 83 മുതൽ 100 വരെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് പീസ് റേറ്റിന്റെ 110% എടുക്കണം. ബേസിക് പീസ് റേറ്റ് എത്രയായിരുന്നു? 10 റുപ്പീസ് ആയിരുന്നു. അപ്പൊ 10 ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 100 അങ്ങനെയല്ല പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അയാളുടെ പീസ് റേറ്റ് എത്ര കിട്ടി? 11 കിട്ടി. ഇനി സെഡിന്റെ കേസ് നോക്കാം. സെഡിന് പ്രൊഡ്യൂസ് ചെയ്ത 132 യൂണിറ്റ്സ് ആണ്. അപ്പൊ 132 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. അപ്പൊ 110% കിട്ടി. അപ്പൊ അയാൾ ഇവിടെ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിൽ വരും അല്ലെ. മൂന്നാമത്തെ കാറ്റഗറിയാണ് അയാൾക്ക് കിട്ടുന്ന പെർ യൂണിറ്റ് എത്രയായിരിക്കും? നോർമൽ ആണെങ്കിൽ 10 ആണ്. അപ്പൊ 10ന്റെ 120%. അപ്പൊ 10 ഇൻറ്റു 120 ഡിവൈഡ് ബൈ 100. അപ്പൊ അയാൾക്ക് കിട്ടുന്ന പേയ്മെന്റ് 12 റുപ്പീസ് ആണ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾ നേരെ എഫിഷ്യൻസി മാത്രം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റേറ്റ് നേരെ അവിടെ കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഇപ്പൊ അതെന്ത് എഫിഷ്യൻസി മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് എക്സിന്റെ എടുക്കാം. എക്സിന്റെ എഫിഷ്യൻസി എത്ര നമുക്ക് വന്നത്? 75% അല്ലെ. അപ്പൊ എക്സിന്റെ യൂണിറ്റ്സ് 90. അപ്പൊ 90 ഇൻറ്റു 10 ആണ് വെച്ചാൽ 10 തന്നെയാണ്, അവിടെ മാറ്റമൊന്നുമില്ല അല്ലെ. ബേസിക് യൂണിറ്റ് തന്നെ. അപ്പൊ 90 ഇൻറ്റു 10 നേരെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ വൈയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 100 നമ്മളിവിടെ റേറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? 100 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 100 ഇൻറ്റു 10 നോർമൽ ചെയ്യുന്ന പോലെ 10 ചെയ്യാം. ഇൻറ്റു എത്ര വരും? നമുക്ക് എത്ര പെർസെൻറ്റേജ് അവിടെ വരുന്നത്? 110 ഇൻറ്റു 110 അവിടെ ചെയ്താലും മതി. അല്ലെങ്കിൽ നേരെ റേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഒന്നിന് 11 ആണ്. 11 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് സെഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 132 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 12 ആണ്. അപ്പൊ 132 ഇൻറ്റു 12 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 132 ഇൻറ്റു 10 ഇൻറ്റു അവിടെ 120% കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഇപ്പൊ 3 പേരുടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ എന്താ ചെയ്ത്? ആദ്യം എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തു. എഫിഷ്യൻസിക്ക് അനുസരിച്ചുള്ള റേറ്റ് ആണ് ഒരാൾ യൂണിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഗാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് ഇതിലൊരു കോമ്പിനേഷൻ മെത്തേഡാണിത്. ടൈം വേജസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ബോണസ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. 3 യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ സ്കീമാണ് നമ്മുടെ ഗാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ഉണ്ട്. ദർ ഈസ് എ ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ഫോർ ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിന് ബിലോ ആണെങ്കിൽ ഔട്ട്പുട്ട് നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിന് കുറവാണെങ്കിൽ അവിടെ ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ഉണ്ട്. ബട്ട് ദ സ്റ്റാൻഡേർഡ് ഈസ് സെറ്റ് അറ്റ് എ ഹൈ ടാസ്ക് ലെവൽ. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ഹൈ ടാസ്ക് ലെവലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും കിട്ടില്ല. കുറച്ചെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ ഈ നമ്മുടെ ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് കിട്ടുള്ളൂ. എ ബോണസ് ഓഫ് 20% ഓഫ് ടൈം റേറ്റ് ഈസ് പെയ്ഡ് വെൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് അച്ചീവ്ഡ്. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 20% ഓഫ് ടൈം റേറ്റ് എക്സ്ട്രാ കിട്ടും.
ടൈം റേറ്റും പ്ലസ് അതിൻ്റെ 20% കൂടി കിട്ടും. അതിനുശേഷം ഇതിലും കൂടുതൽ വരുവാണെങ്കിൽ ആഫ്റ്റർ ഹൈ പീസ് റേറ്റ്, അതിനുശേഷം നമുക്ക് പീസ് റേറ്റ് ആണ് വരുന്നത്. അപ്പം ഇവിടെ ബേസിക് ആയിട്ട് നമുക്ക് ടൈം റേറ്റ് ഉണ്ട്. ഇനി സ്റ്റാൻഡേർഡ് എത്തുവാണെങ്കിൽ, ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ടൈം റേറ്റ് ആണ്, സ്റ്റാൻഡേർഡ് എത്തുവാണെങ്കിൽ ടൈം റേറ്റ് പ്ലസ് 20% ടൈം റേറ്റ്, അത് ബോണസ് ആയിട്ട് കൊടുക്കും. ഇനി ഔട്ട്പുട്ട് എബോവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, സ്റ്റാൻഡേർഡും കൂടുതലാണെങ്കിൽ ഹൈ പീസ് റേറ്റ് സിസ്റ്റം ആണ് അവിടെ, അതൊരു ഹൈ പീസ് റേറ്റ് ആയിരിക്കും. ഇപ്പം ഇങ്ങനെ 3 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് ടൈം റേറ്റ് വരുന്നുണ്ട്, പിന്നെ ബോണസ് വരുന്നുണ്ട്, പിന്നെ ഹൈ പീസ് റേറ്റും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The following are the particulars applicable to a work. Particulars നമുക്ക് തന്നിട്ടുണ്ട്. ടൈം റേറ്റ് തന്നിട്ടുണ്ട് 50 per hour ആണ്. ഒരു അവറിന് 50 ആണ്. നമ്മൾ ടൈം റേറ്റ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് അല്ലേ. ഇനി ഹൈ ടാസ്കിന് 40 യൂണിറ്റ്സ് പെർ വീക്ക് ആണ്. ഹൈ ടാസ്കിന്റെ നമുക്ക് തന്നിരിക്കുന്നത് 40 യൂണിറ്റ്സ് പെർ വീക്ക് ആണ്. ഒരു വീക്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 40 യൂണിറ്റ്സ് ആണ്. പീസ് റേറ്റ് എബവ് ഹൈ ടാസ്ക്, ഹൈ ടാസ്കിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പീസ് റേറ്റ് ആണ്, മൂന്നാമത്തെ മെത്തേഡിൽ അപ്ലൈ ചെയ്യേണ്ട പീസ് റേറ്റ് ആണ് അല്ലേ. അത് 60 per unit ആണ്. ഇൻ എ 40-hour വീക്ക് ദ ഔട്ട്പുട്ട് ഓഫ് വർക്കേഴ്സ് വെയർ, 40 hour ഉള്ള ഒരു വീക്കിൽ വർക്കേഴ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എയുടെ ഔട്ട്പുട്ട് 35 യൂണിറ്റ്സ് ആണ്, ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് ആണ്, സിയുടെ ഔട്ട്പുട്ട് 41 യൂണിറ്റ്സ് ആണ്, ഡിയുടെ ഔട്ട്പുട്ട് 52 യൂണിറ്റ്സ് ആണ്. അപ്പം 4 വർക്കേഴ്സിന്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വേജസ് ഓഫ് വർക്കേഴ്സ് അണ്ടർ ഗാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ആളായിരുന്നു നമ്മുടെ മിസ്റ്റർ എ ആണ്. എയുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 യൂണിറ്റ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അയാൾക്ക് എന്താ ചെയ്യുന്നത്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടൈം റേറ്റ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. 40 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. എ ചെയ്തിരിക്കുന്നത് എന്താണ്, ബിലോ സ്റ്റാൻഡേർഡ് ആണ്. ബിലോ സ്റ്റാൻഡേർഡ് എന്ന് 35 യൂണിറ്റ്സ് ആണ്. അപ്പൊ അയാൾക്ക് എത്രയാണ് നമുക്ക് ഗ്യാരണ്ടീഡ് എന്ന് പറയുന്നത് 40 × 50. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ടൈം റേറ്റ് 50 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈം റേറ്റ് അല്ലെ. അപ്പം നമുക്ക് ഗ്യാരണ്ടി ആണ് എത്രയാണോ 40 യൂണിറ്റ്സ് ഇൻറ്റു 50 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്യാരണ്ടീഡ് കൊടുത്തു. ഇനി ബിയുടെ കേസ് നോക്കാം. ബി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 40 യൂണിറ്റ്സ് ആണ്. 40 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തു. സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നോർമൽ ടൈം റേറ്റ് സിസ്റ്റം കൊടുക്കണം. അതുകൂടാതെ ടൈം റേറ്റിന്റെ മേലെ എത്ര പെർസെൻറ്റേജ് ബോണസ് കൊടുക്കണം, 20% ബോണസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ബിയുടെ കേസിലാണെങ്കിൽ അത് ടൈം റേറ്റ് 40 × 50 കൊടുക്കാം. അതിനുശേഷം ഈ 40 × 50യുടെ 20% കൂടി കൊടുക്കണം അല്ലെ. 40 × 50 എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പേയ്മെന്റ് അത് എത്രയാണോ 40 × 50 ആണ്. അതിനുശേഷം നമ്മൾ ഈ ബേസിക് പേയുടെ സ്റ്റാൻഡേർഡ് പേയുടെ ടൈം റേറ്റിന്റെ 20% കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 40 × 50 എന്ന് പറഞ്ഞാൽ 2000 ആണ്. 2000ന്റെ 20% എന്നുവെച്ചാൽ 400. അപ്പൊ എത്ര കിട്ടി നമുക്ക്, അയാൾക്ക് 2400 കിട്ടി. ടൈം വേജും 20% ബോണസും കൊടുത്തു. ഇനി സിയുടെ കേസ് നോക്കാം. സി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 41 യൂണിറ്റ്സ് ആണ്. എബവ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ. അപ്പൊ ഹൈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊടുക്കാം, നമ്മള് 41 യൂണിറ്റ്സിന്റെ മേലെ എന്ത് കൊടുക്കണം, നമ്മള് എത്രയാണോ നമ്മുടെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 60 ആണ് അല്ലെ. പീസ് റേറ്റ് എബവ് ഹൈ ടാസ്കിന്റെ മേലെയുള്ള പീസ് റേറ്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 41 × 60 അപ്പൊ എത്ര വരും, 2460 rupees കിട്ടി. ഇനി നാലാമത്തെ ഡിയുടെ കേസിലാണെങ്കിൽ ഡി പ്രൊഡ്യൂസ് ചെയ്തതും 52 യൂണിറ്റ്സ് ആണ്. എബവ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഡിക്ക് എന്ത് വരും, 52 × പീസ് റേറ്റ് എത്രയാണ് 60. ഇപ്പൊ 52 × 60 എന്ന് പറഞ്ഞിട്ട് 3120 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടൈം വേജ് ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടൈം റേറ്റിന്റെ റേറ്റ് കൊടുക്കണം. ടൈം റേറ്റിന്റെ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ്സ് ആണോ ടൈം റേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, 40 യൂണിറ്റ്സ് ആണ്. അതിന് 50 per hour എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള 2000. എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് 2000 rupees കിട്ടണം. അതാണ് ഗ്യാരണ്ടീഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ, അതിന്റെ നമ്മളെ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ 2000ന്റെ മേലെ ഒരു 20% കൂടെ എക്സ്ട്രാ കൊടുക്കും. ഇനി ഇതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ
സ്റ്റാൻഡേർഡിനെ കാട്ടി മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടൈം റേറ്റ് നമ്മൾ എടുക്കണ്ട, പിന്നെ പീസ് റേറ്റ് ആണ്. പീസ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമൽ അവർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു ഇൻറ്റു ആ പീസ് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ലെവൽസിലെ എംപ്ലോയീസിനും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ മേലെ മേലെ എത്തുമ്പോൾ നമുക്കിപ്പം സിയും ഡിയും എബോവ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും സിക്കും ഡിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടി അല്ലേ, അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിലുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് വേജ് പേയ്മെന്റിന്റെ രണ്ടാമത്തെ മെത്തേഡാണ്. എന്തായിരുന്നു? ടൈം റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. അതിന്റെ എവിടെയാണ് സ്യൂട്ടബിലിറ്റി, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതും അതേപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റവും ടൈം റേറ്റ് സിസ്റ്റവും തമ്മിൽ ഡിഫറൻസ്, ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതിന്റെ മെത്തേഡ്സ് പഠിച്ചു. മെത്തേഡ്സ് പഠിക്കുമ്പോൾ ഒന്നാമത്തെ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണ്. ഒന്നാമത്തെ മെത്തേഡ് ബേസിക് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ്. അത് 3 തരത്തിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, ഇതാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റിലെ 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, അതിൽ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട് എംപ്ലോയീസിന്. അതിനനുസരിച്ച് അവർക്ക് റേറ്റ് മാറി നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ആണ്. അതിൽ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന് നാലാമത്തെ ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ്റെ അകത്താണെങ്കിൽ ടൈം റേറ്റും അപ്ലൈ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബോണസും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഹൈ പീസ് റേറ്റും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെയും നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തത്. അപ്പൊ ഇതുവരെ ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.